വൈക്കം തോട്ടുപക്കത്ത് കാർ കനാലിൽ വീണ ഒരാൾ മരിച്ചു. ഒറ്റപ്പാലം സ്വദേശി ഡോക്ടർ അമൽ സൂരജാണ് മരിച്ചത്. കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ്. ശ്യാം പ്രസാദ് ഉത്തമനുണ്ട് വിവരങ്ങളുമായി. ശ്യാം, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഈ ഗൂഗിൾ മാപ്പ് പലപ്പോഴും അപകടങ്ങൾ വരുത്തി വെക്കാറുണ്ട്. ഇത് അത്തരത്തിൽ വല്ലതുമാണോ? പെട്ടെന്ന് അറിയാനോ രക്ഷിക്കാനോ കഴിയാതെ പോയതും ഈ അപകടത്തിന് കാരണമായി, മരണത്തിന് കാരണമായി എന്ന് മനസ്സിലാക്കുന്നു. വിശദവിവരങ്ങൾ, വ്യക്തി വിവരങ്ങളും ഒക്കെ എന്തൊക്കെയാണ്? മൊത്തം ഇന്നലെ ആശുപത്രിയിൽ നിന്നും ജോലി കഴിഞ്ഞ് തിരികെ എറണാകുളത്തെ സുഹൃത്തിനെ കാണാൻ വേണ്ടി കൊട്ടാരക്കരയിലെ ചെന്നമനാട് ആശുപത്രി, സ്വകാര്യ ആശുപത്രിയിലെ കോസ്മെറ്റോളജി വിഭാഗം ഡോക്ടറാണ് ഈ അമൽ സൂരജ്. 33 വയസ്സാണ്. അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെട്ടതാണ്. രാത്രി വൈക്കം തോട്ടുപക്കം എത്തിയപ്പോഴാണ് ഈ അപകടമുണ്ടായത്. ഒരുപക്ഷെ രാത്രിയിൽ ഉറങ്ങിപ്പോയതാകാം ഈ അപകട കാരണമെന്നാണ് പറയുന്നത്. അത് കെ എ കനാൽ എന്ന് പറയുന്ന തോട്ടുപക്കത്തെ തന്നെ കനാലാണ്. ആ കനാലിലേക്ക് പതിക്കുകയാണ്. അതായത് കരിയാറും ഈ വേമ്പനാട്ടുകായലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കനാലാണത്. ഈ അടുത്താണ് കഴിഞ്ഞ ദിവസം JCB ഉപയോഗിച്ച് ആ കനാല് ആഴം കൂട്ടുകയും മറ്റുമൊക്കെ ചെയ്തത്. അപ്പോൾ ഈ റോഡ് സൈഡിൽ നിന്ന് മരക്കുറ്റികളെല്ലാം ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ടാണ് ഈ കാറ് ആ വെള്ളത്തിലേക്ക് വീണത്. ഈ രാത്രി ആയതിനാൽ തന്നെ അതുവഴി വലിയ വെളിച്ചമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മറ്റു വാഹനങ്ങളും സാധാരണ ആ റോഡിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ആരും കണ്ടില്ല എന്നതാണ് ഈ അപകടം നടക്കുന്ന സമയം. പിന്നെ പ്രദേശത്ത് സമീപവാസികളൊന്നും അങ്ങനെ വീടുകളില്ല ആ പ്രദേശത്ത്. പിന്നീട് രാവിലെ പുലർച്ചെ നടക്കാനിറങ്ങിയവരാണ് ഈ തോട്ടിലൊരു കാർ കിടക്കുന്നത് കാണുകയും തുടർന്ന് വൈക്കം പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയും ചെയ്തത്. ഫയർഫോഴ്സും പോലീസും കൂടിയാണ് ഈ കാറ് ആദ്യം ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുകയും തുടർന്ന് കാറിൻ്റെ സീറ്റിൽ ഇദ്ദേഹം ഇരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് തന്നെ മൃതദേഹം പുറത്തേക്കെടുത്തു. തുടർന്നാണ് ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും മറ്റും നോക്കി ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനെ അറിയിക്കുകയും തുടർന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിവരങ്ങളും മറ്റും അറിഞ്ഞത്. ഇദ്ദേഹം ഒറ്റപ്പാലം സ്വദേശിയാണ്. 33 വയസ്സാണ്. ഇദ്ദേഹം ഈ ചെന്നമനാട് സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറാണ്. നിലവിലിപ്പോൾ മൃതദേഹം വൈക്കം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബന്ധുക്കളെയും മറ്റുമൊക്കെ വിവരവും അറിയിച്ചിട്ടുണ്ട്. ശരി ശ്യാം. 33 വയസ്സുകാരനായ യുവ ഡോക്ടറാണ് അപകടത്തിൽ മരിച്ചത്. വാഹനം ഓടിച്ച സമയത്ത് ഉറങ്ങിപ്പോയതാവാം കാരണം എന്ന് കരുതുന്നു.